വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഇതൊരു ഓണം സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം ഷെയ്ഡിൽ വരുന്ന കളക്ഷൻസ് ആണ് കാണുമ്പോൾ രണ്ട് കാറ്റലോഗ്സ് ഇതിലുണ്ട്. ഒന്ന് വന്നിട്ട് കുറച്ച് റിച്ച് ആയിട്ട് നിൽക്കുന്ന പ്രീമിയം സെറ്റാണ്, കോട്ട ബനാറസി ആണ് ഫസ്റ്റ് വൺ. അതിൽ ഹാൻഡ് വർക്കും ഹെവി ലേസ് പാച്ചും വരുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ലൈറ്റ് വെയ്റ്റ് ചന്തേരി ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയിഡറി വരുന്ന ഒരു കളക്ഷനും ഇതുപോലെ. അതായത് ഈ ഒരു കാറ്റലോഗിൽ ഈ ഒരു സിംഗിൾ ഡിസൈൻ മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ വന്നിട്ട് ഈ എംബ്രോയിഡറി വർക്കിൽ ചേഞ്ച് വന്നിട്ട് 3 ഡിസൈൻസും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ കാണാം. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഫസ്റ്റ് ഇത് വന്നിട്ട് 1480 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇത് അതിൽ നിന്നും കുറച്ചുകൂടെ ലോ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ കോട്ട ബനാറസി പ്രീമിയം ആയിട്ടുള്ള സെറ്റ്. ഇതുണ്ടോ, നോക്കിയാൽ മനസ്സിലാവും. ഹെവി ആയിട്ട് ഇതിൽ മെയിൻലി നമ്മുടെ ബനാറസി ടൈപ്പ് ബൂട്ട വീവിംഗ് ടോപ്പ് ഓൾ ഓവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് പാനലിലാണ് ഈ വർക്ക് വരുന്നത്. ആൻഡ് അഡീഷണലി ഹെവി ആയിട്ട് ലേസ് വർക്ക് ആണ്. ദാമൻ പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ പാനൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഇതുണ്ട്. അതിനെ നെക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു സെമി സ്റ്റിച്ച്ഡ് ഫോമിൽ ഈ ബോർഡറിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ലേസ് ആണ് ചെയ്തിരിക്കുന്നത്. വിത്ത് അതിന് ചുറ്റും ഹാൻഡ് വർക്കും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഒരു കുഞ്ഞു കുഞ്ഞു പേൾസും സീക്വൻസും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. ഇതൊരു കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ്. കോട്ട ബനാറസി ആണ്. ഇതിന്റെ ഫാബ്രിക് ഉണ്ട്. ചെറിയ ചെറിയ ബൂട്ട വീവിങ് വന്നിരിക്കുന്നു. ദുപ്പട്ടയാണെങ്കിലും വളരെ റിച്ച് ആണ്. ഷിഫോണിൽ തന്നെ ഇത് ബോർഡേഴ്സ് ലേസ് പാച്ച് വിത്ത് ഇതുപോലെ എംബ്രോയിഡറി ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുക. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലും 1480 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഇത് നമ്മുടെ ചന്തേരി ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത്. അത് ലൈറ്റ് ഒരു ചെക്ട് ഫോമിലാണ് ഈ ഒരു ഫാബ്രിക് വരുന്നത്. ഇതുണ്ട്, അതായത് ഇതുണ്ട്, എനിക്ക് നോക്കുമ്പോൾ മനസ്സിലുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെക്ട് ഫോം ആണ് ഫാബ്രിക്കിൽ കൊടുത്തേക്കുന്നത്. ബാക്ക് പ്ലെയിനും ഫ്രണ്ട് ഫുള്ളും സെൽഫ് ടോണിൽ തന്നെ എംബ്രോയിഡറി വിത്ത് സീക്വൻസിങ് ആണ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ എംബ്രോയിഡറി വന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെയാണ്. ഒരു വലിയ സ്ക്വയർ, അതിനകത്ത് 4 കുഞ്ഞു സ്ക്വയേഴ്സ് വന്നേക്കുന്ന രീതിയിലാണ് ഇതിന്റെ വർക്ക് വന്നേക്കുന്നത്. ദുപ്പട്ട ഇതേപോലെ ചന്തേരി തന്നെ പ്ലെയിൻ ദുപ്പട്ട, ബോർഡറിൽ ഇതുപോലെ ഗോൾഡൻ ബോർഡർ ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. സാൻഡൂൺ ആണ് ബോട്ടം. ആണ് അടുത്ത ഡിസൈൻ വന്നേക്കുന്നുണ്ട്. ഇതിലെ അതായത് ഈ ഒരു എംബ്രോയിഡറി വർക്കിൽ വേരിയേഷൻ വന്നിട്ടുണ്ടെന്നുള്ളൂ. ഇതിൽ ചെറിയ ചെറിയ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് വി പോലത്തെ ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് സിക്സാഗ് പോലത്തെ ഒരു വീവിംഗ് സ്റ്റൈലാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ദുപ്പട്ട സെയിം പാറ്റേൺ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ ഇതുപോലെ ഗോൾഡൻ ബോർഡർ ചെയ്തേക്കുന്നു. 1190 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഇതാണ് തേർഡ് ഡിസൈൻ. അതായത് ഈ ചന്തേരി കാറ്റലോഗിൽ 3 ഡിസൈൻസ് വരുന്നുള്ളത്. മൈന്യൂട്ട് ആയിട്ട് ഡിഫറൻസ് ഉള്ളൂ എന്നാലും ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടതിൽ ഒരേ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, ആ ഒരു കോട്ട ബനാറസിയിൽ വന്നിട്ട്. ഇതാണ് ലാസ്റ്റ് വൺ. ഇങ്ങനെ ത്രെഡ് പാറ്റേൺ കൊടുത്തേക്കുന്നു വിത്ത് സീക്വൻസിങ്. ടോപ്പ് ആണ് ഇതിൽ ഹെവി ആയിട്ട് ചെയ്തേക്കുന്നത്. ദുപ്പട്ട ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയുടെ ബോർഡേഴ്സ് ഗോൾഡൻ ബോർഡർ ചെയ്തേക്കുന്നു. ഒരു സെറി സ്റ്റൈൽ ബോർഡർ വന്നേക്കുന്നു. ദുപ്പട്ടയിൽ ലൈറ്റ് ഇങ്ങനെ ചന്തേരിയാണ് ലൈറ്റ് ചെക്ട് ഫോമിലാണ് വരുന്നത്. ഇതുണ്ട്, ഒരു കുറച്ചൊരു പ്രീമിയം ലുക്ക് കിട്ടും. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ മാത്രം ചെയ്തേക്കുന്ന ദുപ്പട്ട. ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക്. അപ്പോൾ ഇത്രയും ഡിസൈൻസ്, 2 കാറ്റലോഗ് ആയിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ്. അതിന്റെ ഈ ഒരു കാറ്റലോഗിൽ 3 ഡിസൈൻസ് നമ്മൾ കണ്ടു. 1190 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ടൈപ്പ് ഓഫ് സെറ്റിന്റെ പ്രൈസ് റേഞ്ച്. താങ്ക് യു.